മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ആ കാട്ടിലെ സിംഹത്തിന് മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും വയ്യ. ഓരോ ദിവസവും ഓരോ മൃഗം സിംഹത്തിൻ്റെ അടുത്തു ചെല്ലണം. പാവം മൃഗങ്ങൾ. അവർ ഒത്തുകൂടി. കടുവയും കാട്ടുപോത്തുമൊക്കെയുണ്ട്. സിംഹത്തിനെ കൊല്ലണം. പക്ഷേ എങ്ങനെ? ഒരു കുഞ്ഞൻ മുയൽ പറഞ്ഞു, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഉവ്വേ, മരത്തിൽ തൂങ്ങിക്കിടന്ന വവ്വാൽ ചിരിച്ചു. മുയൽ പറഞ്ഞു, നാളെ ഞാൻ പോകാം സിംഹത്തിൻ്റെ അടുത്തേക്ക്. ശരി, എല്ലാവരും സമ്മതിച്ചു. വളരെ വൈകിയാണ് കുഞ്ഞൻ മുയൽ സിംഹത്തിൻ്റെ അടുത്തെത്തിയത്. ശോ, എന്തൊരു വിശപ്പ്! സിംഹം ദേഷ്യത്തോടെ പറഞ്ഞു. തിരുമേനി, ക്ഷമിക്കണം, വരുന്ന വഴി എന്നെ ഒരു സിംഹം തടഞ്ഞു. ചെന്ന ഉടനെ മുയൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ കാട്ടിൽ മറ്റൊരു സിംഹമോ? എവിടെ അവൻ? അവനെ ഞാൻ... കുഞ്ഞൻ മുയൽ സിംഹത്തെ ഒരു കിണറിന് സമീപം കൊണ്ടുപോയി. അതിനകത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. എത്തി നോക്കിയ സിംഹം വെള്ളത്തിൽ മറ്റൊരു സിംഹത്തെ കണ്ടു. ദേഷ്യം കൊണ്ട് സിംഹം അലറി. ആ സിംഹവും അലറുന്നതു കേട്ടു. സിംഹം കിണറ്റിലേക്ക് കുതിച്ചു ചാടി. പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല. കുഞ്ഞൻ മുയൽ ആശ്വാസത്തോടെ മടങ്ങി.